بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب ظلم دون ظلم. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ഈമാനിൽ ഈമാന് കൂടുന്ന കാര്യങ്ങൾ, വർദ്ധിക്കുന്ന കാര്യങ്ങൾ അമലുകളാണ്. അതുകൊണ്ട് ഈമാൻ വർദ്ധിച്ച് വരും എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞു, ഈമാനോട് കൂടെ അമലുകൾ കുറയുന്ന കാര്യമാണ് കുഫ്ർ, ദോഷം. കുഫറിനൊക്കെ ദോഷം എന്നൊരർത്ഥമുണ്ട്, ഷിർക്ക് എന്നും അർത്ഥമുണ്ട്. അത് ഷിർക്കായാൽ ഈമാൻ പറ്റയില്ലാതായി പോവുകയോ, ദോഷമായി വരുമ്പോൾ ഷിർക്കല്ലാത്ത ദോഷം ചെയ്താൽ ഈമാൻ കുറഞ്ഞു വരും. പക്ഷേ അവനെ സംബന്ധിച്ച് കാഫിർ എന്നോ ഈമാൻ ഇല്ലാത്തവരെന്നോ പറയാൻ പറ്റൂല, മുർത്തദ്ദാണില്ല. അതേ വിഷയത്തിൻ്റെ ശറഅ് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ്, കുഫ്ർ എന്ന് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് ളുൽമ്. ആ ളുൽമുൻ ദൂന ളുൽമിൻ എന്നത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു അസറിൽ വാരിദായ പ്രയോഗമാണ്. അതെനിക്ക് ആ ഹദീസ്, ആ പ്രയോഗം ളുൽമുൻ ദൂന ളുൽമിൻ എന്ന പ്രയോഗം ഇസ്ലാമിൽ ശറയിൽ അത് വാരിദായതാണ്, അത് ശരിയാണ്. അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയും. ദുൽമും പല ഐറ്റം ദുൽമുകളുണ്ട്, എല്ലാ ദുൽമും തുല്യമല്ല എന്നതാണ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം മുമ്പ് ഉപയോഗിച്ച മാതിരി ദൂന എന്നതിനേക്ക് അക്രബ്, കരീബ് എന്നർത്ഥം വെക്കാം, അങ്ങനെ അദ്ന എന്നർത്ഥം വെക്കാം. അപ്പോൾ ഒരു ദുൽമിൻ്റെ താഴെയുള്ള മറ്റൊരു ദുൽമുൻ എന്നോർത്ത് മുബ്തദയും ഖബറും ആകുമ്പോൾ ഒന്നാമത്തെ ദുൽമുകൾ തൻവീനാക്കിയാൽ മതി. ഒരൈറ്റം ദുൽമുകൾ മറ്റൊരു ഐറ്റത്തിൻ്റെ താഴെയുള്ളതാകുന്നു. അപ്പോൾ ദുൽമ് വലിയ ദുൽമുണ്ട്, ചെറിയ ദുൽമുണ്ട്, അതിൻ്റെ താഴെയുള്ളതുമുണ്ട്. അതുപോലെ തന്നെ ദൂന എന്നതിനേക്ക് വേണമെങ്കിൽ ഓയിൻ്റെ അർത്ഥം വെക്കാം. അപ്പോൾ എന്തർത്ഥം വെക്കും? ദുൽമുകൾ പരസ്പരം വൈരുദ്ധ്യമായ ദുൽമുകളുണ്ട്, വ്യത്യസ്തമായ ദുൽമുകളുണ്ട്, എതിരായ ദുൽമുകളുണ്ട്. എല്ലാം ഒരേ മർത്തബല്ല, വ്യത്യാസമുണ്ട് എന്നതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പ് പറഞ്ഞ ബാബുമായുള്ള ബന്ധം ശിർക്ക്, കുഫ്ർ എന്നതിനൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം ദുൽമ് എന്നും പ്രയോഗമുണ്ട്. കുഫ്ർ കൊണ്ട്, ദോഷം ചെയ്യൽ കൊണ്ട്, ദോഷത്തെ പറ്റി കുഫ്ർ അറിയാൻ ദോഷം ചെയ്യൽ കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത മാതിരി ദുൽമ് കൊണ്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. അതിൽ നിന്ന് വലിയ ദുൽമാവുമ്പോഴേ ആ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുള്ളൂ എന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. قال الإمام البخاري رحمه الله حدثنا أبو الوليد قال حدثنا شعبة قال وحدثني بشر قال حدثنا محمد عن شعبة عن سليمان عن إبراهيم عن علقمة عن عبد الله رضي الله عنهم أنه قال لما نزلت الذين آمنوا ولم يلبسوا إيمانهم بظلم قال أصحاب رسول الله صلى الله عليه وسلم أينا لم يظلم فأنزل الله تعالى إن الشرك لظلم عظيم. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉസ്താദ്മാർ ഈ ഹദീസിൽ ആകെ 8 മഹാന്മാരെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അബുൽ വലീദ്, അവരുടെ ഉസ്താദായി പറഞ്ഞത് ശുഅബ,
ഷുഅബ എന്നതിനടുത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഞാനത് സനദ് ഷുഅബയിലേക്കുള്ള മറ്റൊരു സനദ് കൊണ്ടുവരാൻ പോവുകയാണ്, ഈ റൂട്ട് മാറുകയാണ്. അവിടെ ചില നുസ്ഖയിൽ കാല എന്നുണ്ട്, കൈയിട്ട് കാല എന്നുണ്ട്. ചില നുസ്ഖയിൽ കാല എന്നില്ല. വഹദ്ദസനി എന്നാണ്. കാലാതന ഇമാം ബുഖാരി പറഞ്ഞു, അത് റാവികളാരോ കൂട്ടിക്കൊടുത്തതാണ്. വഹദ്ദസനി ബിശ്റുൻ, വഹദ്ദസനി ബാബ് അത്ഫിന്റെ ബാബാണ്. അപ്പൊ ഹദ്ദസന അബുൽ വലീദ് വഹദ്ദസന ബിശ്റുൻ. അബുൽ വലീദ് നമ്മുടെ ഹദീസ് പറഞ്ഞു, ബിശ്ർ എന്ന ഉസ്താദും ഹദീസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖാല, ബിശ്ർ എന്നവർ പറഞ്ഞു, ഹദ്ദസന മുഹമ്മദുൻ, മുഹമ്മദ് എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. അൻ ശുഅബത, മഹാനായ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. മുഹമ്മദ് ബിൻ ജഅഫർ അൽ ഹുദലിയാണത്. ഈ ശുഅബ എന്നവർക്ക് 2 ശിഷ്യന്മാരുണ്ട്, വളരെ ശ്രദ്ധിക്കണം. അബുൽ വലീദ് എന്നവരുടെ നേരെ ഉസ്താദാണ് ശുഅബ. അപ്പൊ ശുഅബയുടെയും ഇമാം ബുഖാരിയുടെ ഇടയിൽ ഒരാളേ ഉള്ളൂ, അബുൽ വലീദേ ഉള്ളൂ. നേരെ രണ്ടാമത്തെ സനദിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദായ ബിശ്ർ എന്നവർക്ക് ഈ ഹദീസ് ശുഅബയെ തൊട്ട് കിട്ടിയത് ഇടയിൽ മുഹമ്മദ് എന്നവർ കൂടിയിട്ടാണ്, മുഹമ്മദ് ബിൻ ജഅഫർ കൂടിയിട്ടാണ്. പക്ഷേ അത് ഉലൂവുൽ ഇസ്നാദില്ല, ഇടയിൽ 2 ആള് വരുന്നുണ്ട്. പക്ഷെ ആ 2 ആള് വരുന്ന ഈ സനദ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൂടെ പറയാനുള്ള കാരണം, ശുഅബ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് റിപ്പോർട്ടർമാരായ മുഹമ്മദ് എന്നവരും അതുപോലെ അബുൽ വലീദ് എന്നവരും ശുഅബയുടെ ശിഷ്യൻ തന്നെയാണ്. പക്ഷെ അബുൽ വലീദ് എന്നവരെക്കാളും ശുഅബയുടെ ഹദീസ് കൊണ്ട് ഏറ്റവും അറിയപ്പെട്ട, ശുഅബയുടെ ഏറ്റവും അടുത്ത ആളായി വലിയ ശിഷ്യന മുഹമ്മദ് എന്നവരാണ്. അതുകൊണ്ട് തന്നെ ശുഅബയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ മുഹമ്മദിനെ തൊട്ടൊരു ഹദീസ് വന്നു കഴിഞ്ഞാൽ ശുഅബന്റെ ശിഷ്യനായ മുഹമ്മദ് തൊട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അതതിൻ്റെ പവറാണ്, പത്രാസാണ്. ഇടയിൽ ആൾ കുടുങ്ങിയാലും വേണ്ടില്ല. കാരണം ശുഅബയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ അബുൽ വലീദിനേക്കാളും അംഗീകരിക്കപ്പെടുന്ന ആളാണ് മുഹമ്മദ് എന്നവർ. നേരത്തെ അബുൽ വലീദ് മോശമെന്നല്ല, അബുൽ വലീദും വലിയ ആൾ തന്നെയാണ്. പക്ഷെ ശുഅബയെ തൊട്ട് കൂടുതൽ സുഹബത്തുള്ളത്, കൂടുതൽ കാലം ശുഅബയോട് കൂടെ താമസിച്ചത് അത് മുഹമ്മദ് ബിൻ ജഅഫർ ആയതുകൊണ്ട് ശുഅബന്റെ ശിഷ്യൻ മുഹമ്മദ് ബിൻ ജഅഫർ ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റൂല. അതാണ് അസ്ബത്ത്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി കൊണ്ടുവരുന്ന ലഫ്ള് മുഹമ്മദ് എന്നവരെ തൊട്ട് ബിശ്ർ റിപ്പോർട്ട്, ശുഅബയെ തൊട്ട് മുഹമ്മദ് എന്നവരെ തൊട്ട് ബിശ്ർ റിപ്പോർട്ട് ചെയ്യുന്ന സനദ് ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അബുൽ വലീദിൻ്റെ ഇതിൻ്റെ ആശയത്തിലാണ് ലഫ്ളുള്ളത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അവിടെ ഫത്ഹുൽ ബാരി പ്രത്യേകം പറയുന്നുണ്ട്, എന്നവിടെ വായിക്കാം. പക്ഷേ ഈ പ്രയോഗം ഇമാം മുസ്ലിം ധാരാളമായ റിപ്പോർട്ട് ഉപയോഗിക്കലുണ്ട്. ബുഖാരിയിൽ വളരെ കുറച്ചേ ഉണ്ടാവലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എന്നത് ഇമാം ബുഖാരിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട റാവികളിൽപ്പെട്ട ആരെങ്കിലും ഉപയോഗിച്ചതാവാം. മാത്രം അവിടെ ഒരു കാലാന്നും കാണുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്നല്ല ഉപയോഗിക്കേണ്ടത്, എന്നാണ്. അപ്പം എന്തായി? ബുഖാരി എന്നുള്ള ആണ്. അപ്പം എന്ത് അർത്ഥം വെക്കണം? കാലൽ ബുഖാരിയോ, ബുഖാരി ഇമാമ് മറ്റൊരു സനദ് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് റാവികൾപ്പെട്ടാരോ പറഞ്ഞതാണ്. അങ്ങനെയും ഫത്ഹുൽ ബാരി, ഐനി പോലെയുള്ള മഹാന്മാരായ ശുറാഹ് വിശദീകരിച്ചിട്ടുണ്ട്. ഈ സനദിൽ 8 പേരാണുള്ളത്. ഒന്ന് അബുൽ വലീദ് ഹിശാം ബിൻ അബ്ദുൽ മലിക്കിനി ത്വയാലിസി അൽ ബാഹിരി അൽ ബസരി. അവരെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അബുൽ വലീദ് ഹിശാം ബിൻ അബ്ദുൽ മലിക്കിനെ സംബന്ധിച്ച് ചർച്ച കഴിഞ്ഞ് പോയിട്ടുണ്ട്. രണ്ടാമത്തെ ആള് ശുഅബത്ത് ബിൻ ഹജ്ജാജ്, അവരെ സംബന്ധിച്ച് വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മൂന്നാമത് ബിശ്ർ, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ബിശ്ർ എന്നവർ. ബികസ്രിൽ ബായി വസുകൂനി ഷീനിൽ മുഅ്ജമ ഇബ്നു ഖാലിദിൻ അൽ അസ്കരിയു അബൂ മുഹമ്മദ് അൽ ഫാരിദ്.
അങ്ങനെയുള്ളവരുടെ പേരാണ് അബൂ മുഹമ്മദ് അൽ ഫാരിദ് എന്നവർ വിളിക്കൽ. അവരെ തൊട്ട് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, നസായി റളിയല്ലാഹു അൻഹും ഇവരെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നസായി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സിഖത്തുൻ. ബുഖാരി റിപ്പോർട്ട് ചെയ്താൽ പിന്നെ ബുഖാരിൻ്റെ ഉസ്താദായി ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്നാൽ പിന്നെ അവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ നസായി പ്രത്യേകം സിഖത്തെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ അവരുടെ ശിഷ്യന്മാരുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ശിഷ്യന്മാരാണ് ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, നസായിൻ്റെ പോലെ മുഹമ്മദ് ബിൻ യഹ്യ, ഇബ്നു ഖുസൈമ പോലെയുള്ളവരെല്ലാം തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വഫാത്ത് നടക്കുന്നത് 253 നാലാമത് നമ്മുടെ റാവിയായി വരുന്നത് മുഹമ്മദ് ബിൻ ജഅഫർ അൽ ഹുദലിയോ എന്നവരാണ്. ഹുദലി എന്നും വായിക്കുക, ഹദലി എന്നും വായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ബിൻ ജഅഫർ ഹുദലി കബീലക്കാർ ഇത്ക്ക് ചെല്ലിയവരാണ് മുഹമ്മദ് എന്നവർ. അവരാണ് ഇവരുടെ മൗല. അവരും ബസ്രക്കാരനാണ്. സാഹിബുൽ കറാദീസ് അൽ മഅറൂഫ് ബി ഉന്ദർ. ഉന്ദർ എന്നും വായിക്കുക, ഉന്ദർ എന്നും വായിക്കുക, ദാലിൽ ഒമ്മായിട്ട് ഉന്ദുർ എന്നും വായിക്കാന്ന. ഈ മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ ജഅഫർ അവരുടെ സ്ഥാനപ്പേരാണ് ഉന്ദർ. അവർ ബസറയിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോയി ഹദീസ് പഠിക്കുകയും ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ചർച്ചകളിൽ ഇടപെടുകയും ചെയ്യും. അത് പോന്നതിൻ്റെ ശേഷം അങ്ങനെ പലപ്പോഴും ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ കലാമുകൾ ഉദ്ധരിക്കുമ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ കലാമിന് ചിലപ്പോൾ അവർ എതിരഭിപ്രായം പറയും. അങ്ങനെ എതിരഭിപ്രായം പറയുന്നവരായപ്പോൾ ഇബ്നു ജുറൈജ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനുണ്ട്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. അവർ പറഞ്ഞതാണ്, വിളിച്ചതാണ് അവരെ സംബന്ധിച്ച്, ഉസ്കുത്തയാകുന്തർ. ഉന്തർ പറഞ്ഞാൽ മറ്റൊരാളെ വിമർശിക്കുന്നവനെ മുണ്ടാതക്ക്. അന്ന് മുതലാണ് ഉന്തർ എന്ന പേര് അവർക്ക് ലഭിച്ചത്. പക്ഷെ ആള് ഹാഫിളാണ്, മഹാനാണ്. ചർച്ചകളിൽ വിയോജിപ്പ് അത് സ്വാഭാവികമാണ്. ഹസൻ ബസ്രിനോടുള്ള ചർച്ചയിലുള്ള വിയോജിപ്പാണ്. അത് ബുദ്ധിമാന്മാർ അങ്ങനെ തന്നെയല്ല. എല്ലാവരും ഒന്നും പറയില്ലല്ലോ. ഒരാളെന്നെ ഒരിക്കൽ പറഞ്ഞു പിന്നെ പറഞ്ഞോളന്നില്ലല്ലോ. കാരണം അതിലേറെ പഠനങ്ങളും അതിലേറെ ചിന്തകളും അതിലേറെ മനനങ്ങളും നടക്കുമ്പോൾ ആശയം മാറി മാറി വരും. ഷാഫി ഇമാമിന് ഒരു വിഷയത്തിൽ 2-3 കൗലുകൾ പറഞ്ഞില്ലേ? ഒരു കിതാബ് പറഞ്ഞാവില്ല മറ്റൊരു കൗലില്ലേ? കാരണം എന്തുകൊണ്ട്? പഠനത്തിനനുസരിച്ച് ചർച്ചകൾക്കനുസരിച്ച് വിഷയങ്ങൾ മാറി വരും. അത് ബുദ്ധിമാന്മാരുടെ സ്വഭാവമാണ്. അവർ ഹാഫിളാണ്, വലിയ മഹാനാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെയും സുഫിയാൻ ഇബ്നു ഉയൈനയെയും തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശുഅബയെ തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശുഅബയുടെ കൂടെ 20 കൊല്ലം അവരെ കൂടെ തന്നെ ഇരുന്ന് പഠിച്ചവരാണ്. അതാണ് നേരത്തെ നാം പറഞ്ഞത്. ഹദീസിൽ ബിശ്ർ റളിയല്ലാഹു അൻഹുവിൻ്റെ സനദ് ശുഅബനെ തൊട്ട് ഇടയിലൊരാളെ കൊണ്ടെന്ന് ബുഖാരി കൊണ്ടൊരാളെ കാരണം അതിൽ ഒന്നന്റെ റിവായത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ശുഅബ എന്നവർ മാത്രവുമല്ല, നമ്മൾ ഉന്തറാകുന്ന മുഹമ്മദ് ബിൻ ജഅഫർ എന്നവരുടെ ഉമ്മാൻ്റെ ഭർത്താവാണ്, എളാപ്പയാണ്. ഉമ്മാൻ്റെ 2ാം ഭർത്താവാണ്. ആദ്യത്തെ ഭർത്താവ് ഒഴിവാക്കിയതിനു ശേഷം 2ാമത് കിട്ടിയതാണ്. ഇവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഉന്തറിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു, ബന്ദാർ റളിയല്ലാഹു അൻഹു വഖൽഖുൻ കസീർ. ധാരാളം പടപ്പുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. അവരുടെ പ്രത്യേകതയാണ് 50 വർഷം ഓരോ ദിവസം ഇടവിട്ട് നോമ്പൂറ്റിരുന്നു. ഒരു ദിവസം നോൻപ് വെൽക്കും, പിറ്റേന്ന് നോൻപ് വെൽക്കൂല, പിറ്റേന്ന് നോൻപ് വെൽക്കും, പിറ്റേന്ന് നോൻപ് വെൽക്കൂല. അങ്ങനെ സ്വാമ 50 സനത്തൻ യൗമം വയൗമാ. അവർ എഴുതി വെച്ച കിതാബ് വളരെ അസഹായിരുന്നു. യഹ്യ ഇബ്നു മഈൻ കാന മിൻ അസഹിന്നാസി കിതാബാ. കിതാബ് എഴുതി വെച്ചതിൽ ഒരു തെറ്റുമില്ലാതെ മഹാന്മാരായ ഉസ്താദ്മാരെ തൊട്ട് വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം എഴുതി വെച്ച കിതാബുള്ളവരാകുന്നു അവർ.
കൊന്തർ എന്ന പേരിൽ 10 മഹാന്മാരുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേരാണ് മുഹമ്മദ് ബിൻ ജഅഫർ, അവർ വിളിക്കുന്ന പേരാണ് കൊന്തർ. അവരുടെ വഫാത്ത് ആ കൊന്തർ എന്ന പേരിൽ വേറെയും 9 ആളുകളുണ്ട്, ആകെ 10 ആളുണ്ട്. അവിടെ വഫാത്ത് നടക്കുന്നത് 193-ലാകുന്നു. അതെല്ലാം 194-ലാണ് എന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. 5-ാമത്തത് സുലൈമാൻ ബിൻ മഹ്റാൻ. സുലൈമാൻ റാബിയിൽ പറഞ്ഞല്ലോ, ശുഅബ എന്നവരുടെ ഉസ്താദ് അൻ സുലൈമാന. ആ സുലൈമാൻ ബിൻ മഹ്റാൻ, മീമിന് ഫത്വ കൊണ്ട്. അതല്ല, മിഹ്റാൻ എന്ന് വായിക്കുന്നവരുണ്ട്. സുലൈമാൻ ബിൻ മിഹ്റാൻ. അവരുടെ സ്ഥാനപ്പേര് അബൂ മുഹമ്മദ് എന്നാണ്. അൽ അസദിയു അൽ കാഹിരിയു. അവരും അടിമയായിരുന്നു, പിന്നീട് ഇത്തുകയിലപ്പെട്ടവരാണ്. അവർ അറിയപ്പെടുന്ന പേര് അഴ്മഷ് എന്നാണ്. സുലൈമാൻ ബിൻ മഹ്റാൻ എന്നവര് അറിയപ്പെടുന്ന പേര് അഴ്മഷ് എന്നാണ്. തിബിരിസ്ഥാനിൽപ്പെട്ടവരാണ് അവർ, ഇറാനിലെ. ധൂബാവന്ത് എന്ന് പറയുന്ന കറിയൻ്റെ ഒരു ഭാഗമായ തിബിരിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട നാടാണ്. അവിടുത്തെ വലിയ വലിയ മഹാന്മാരുണ്ടായ നാടാണ് ധൂബാവന്തിനേക്കാൾ. ബഹുമാനപ്പെട്ട അഴ്മഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം അത് അവിടെയാണ്. സുലൈമാൻ ബിൻ മഹ്റാനിൽ അഴ്മഷ് എന്നാ പറയാം. അഴ്മഷ് എന്ന് പറയാനുള്ള കാരണം അവർക്ക് കാഴ്ച കണ്ണുണ്ട്, പക്ഷെ കാഴ്ച കുറവായിരുന്നു. അതിലറിയപ്പെട്ട ആളാണ് അവർ. അതുകൊണ്ട് അവർ പറ്റി അഴ്മഷ് കാഴ്ച കുറഞ്ഞ ആള്. അത് മഹാന്മാർക്ക് പ്രത്യേക ചർച്ചകളുണ്ട്. ഒരാൾ ഒരു പേരിൽ അറിയപ്പെട്ടാൽ ആ അറിയപ്പെട്ട പേര് പറയുന്നതിൽ ഈബത്തായി വരില്ല, അവർക്ക് തൃപ്തി ഉണ്ടെങ്കിലും പരിചയപ്പെടാൻ വേണ്ടി ഉപയോഗിക്കാം. അതിന് ഈബത്ത് എന്ന് പറയില്ല എന്ന് പ്രത്യേകമായി മഹാന്മാർ ആ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട മുഹദ്ദിസീങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടവരാകുന്നു. അഴ്മഷ് എന്നവർക്ക് 4000 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെറുപ്പത്തിലെ കാഴ്ച കുറവുണ്ടായത് കൊണ്ട് തന്നെ അവർ ഒന്നും എഴുതി വെക്കലില്ല. അവർക്ക് അവരുടെ പേരിൽ എഴുതി വെച്ച റിക്കാർഡുകളോ ഏടുകളോ ഇല്ല. മഹാന്മാരായ ഉസ്താദന്മാരെ വക്കൽ പോയി പഠിക്കുന്നത് അങ്ങനെ തന്നെ ഹിഫ്ളാക്കുക. അവർ വലിയ ഫസീഹുമായിരുന്നു. ഫസാഹത്തിന് എതിരായ ആ പരുക്കം ഭാഷ ഒരിക്കലും ഉപയോഗിക്കാത്തവരാണ്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് കൊല്ലപ്പെടുന്ന ദിവസമാകുന്നു ആശുറ ദിവസം, ഹിജ്റ 61. അവിടെ വഫാത്ത് നടക്കുന്നത് 148-ലാണ്. 148. അവർക്ക് ഏകദേശം വഫാത്താകുമ്പോൾ 86-87 വയസ്സോളമുണ്ട്. അവര് 88 വയസ്സുള്ള വഫാത്താകും. 148-ലാണ് വഫാത്ത്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മഹാന്മാർ വിളിക്കുന്ന പേരവരെ അൽ മുസ്ഹഫ് അൽ മുസ്ഹഫ് എന്നാണ്. മുസ്ഹഫ് അൽ മുസ്ഹഫ് അവരുടെ പേര് മുസ്ഹഫ് എന്നാണ് വിളിക്കാറ്. എന്താ കാരണം? അവരുടെ വക്കൽ നിന്ന് നിഷേധിക്കപ്പെടാൻ പറ്റുന്ന തെറ്റായി വരുന്ന ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. സത്യം മാത്രം പറയുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഇതിൽ അറിയപ്പെട്ട ആളായതുകൊണ്ട് മഹാന്മാർ അവരെ സംബന്ധിച്ച് പറയുന്ന വാക്കാണ് ശുഅബ എന്നവർ. അവരുടെ ശിഷ്യനാണല്ലോ ശുഅബ എന്നവർ. സുലൈമാൻ ബിൻ മഹ്റാന്റെ ശിഷ്യനാണ്. അവർ പറയല് അൽ മുസ്ഹഫ് എന്നാണ്.
കാരണം അവരൊക്കെ നിന്ന് ഒരു തെറ്റും വരുന്നിട്ടില്ല. അതുപോലെ ഷുഅബ എന്നവർ കൊടുത്ത പേരെന്താ? സയ്യിദുൽ മുഹദ്ദിസീൻ എന്നാണ്. ചില ആളുകൾ പറയലുണ്ട് അവർ ഷിയായിസം കുറച്ചുള്ളവരായിരുന്നു. മഹാന്മാർ വിശദീകരിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വലിയ മഹബ്ബത്തുള്ളവരായിരുന്നു എന്നല്ലാതെ ഷിയാക്കളോട് ജഹാലത്ത് വിളിച്ച് പറയുന്നവരല്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേക മതിപ്പും പ്രത്യേക സ്നേഹവും അവരെ മദ്ഹ് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞവരെ പറ്റി ഷിയ എന്ന് പറഞ്ഞ സ്വഭാവമുണ്ട്, അതിൽപ്പെട്ട ഷിയയാണ് എന്നല്ലാതെ ഒറിജിനൽ ഷിയല്ല. മഹാനായ സുലൈമാൻ ഇബ്നു മഹ്റാൻ അൽ-അഅ്മസ് സയ്യിദുൽ മുഹദ്ദിസീൻ ധാരാളം മദ്ഹുകളുള്ളവരും വളരെ പാവപ്പെട്ടവരുമായിരുന്നു. സാമ്പത്തികമായി വലിയ ശേഷിയുള്ളവരല്ല, കാരണം അടിമയായി ജനിച്ചവരാണ്. അവരുടെ പിതാക്കളും അങ്ങനെ തന്നെയാണ്. പിന്നീടും വലിയൊരു സമ്പാദ്യ സ്വഭാവമുള്ളവരല്ല. അവർക്ക് തമാശകളുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളോട് ഹദീസ് പഠിക്കാൻ വേണ്ടി വരുന്ന മഹാന്മാരായ ശിഷ്യന്മാരോട്, അന്നത്തെ കാലത്ത് ശിഷ്യന്മാർ മഹാന്മാരാണ്, അവരോട് വലിയ ഗൗരവത്തിലാണ് പെരുമാറല്. ഹദീസ് അവരുടെ വക്കലിൽ നിന്ന് കിട്ടണമെങ്കിൽ അവരിൽ നിന്ന് വലിയ അധ്വാനമാണ്. അവർ ശിഷ്യന്മാരൊക്കെയാണ്. ഒന്ന് ശുഅബ, സുഫിയാനു സൗരി, ഇബ്രാഹിമു തൈമി, സബീഇ, യഹ്യൽ ഖത്താൻ, സുഫിയാൻ ഇബ്നു ഉയൈന, ഇങ്ങനെയുള്ള ധാരാളം വലിയ വലിയ മഹാന്മാരെ തൊട്ട് മഹാന്മാർ ശിഷ്യന്മാരുള്ള ആളാണ്. ശിഷ്യന്മാരുടെ ഒരു ഒഴുക്ക് അവരുടെ വീട്ടിലേക്ക് പതിവാണ്. അവരാണെങ്കിലോ ഹദീസ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ധാരാളം നിബന്ധനകളുള്ളവരാണ്. പ്രധാന കാരണം മഹാനവറുകൾ വലിയ ആബിദീങ്ങളിൽപ്പെട്ടവരാണ്. അവർക്ക് 70 വർഷം, 88 വയസ്സാണല്ലോ നമ്മൾ പറഞ്ഞത്, അതിൻ്റെ ഇടയിൽ 70 വർഷം ഒരു ഫർള് നിസ്കാരത്തിൻ്റെയും തക്ബീറത്തുൽ ഇഹ്റാം ഫൗത്തായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് എന്താ തക്ബീറത്തുൽ ഇഹ്റാം വരെ അറിയാത്തവരുണ്ട്. ഇമാമോട് കൂടെ ജമാഅത്തായി നിസ്കരിക്കുമ്പം ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പം ആ സുഫിൽ മൂപ്പരുണ്ടാകും. ഇമാം ഫാത്തിഹ തുടങ്ങുന്നതിന് മൂപ്പർ തക്ബീറുകൾ ചൊല്ലിയിട്ടുണ്ടാകും. അത്ര കണിശമായി ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണ്. ഇന്നത്തെ കാലത്ത് നിസ്കാരം തന്നെ എപ്പോഴെങ്കിലും നിസ്കരിക്കാന്നല്ലാതെ, ഈ ജമാഅത്ത് ആയാൽ തന്നെ വല്ലപ്പോഴും ജമാഅത്തായി നിസ്കരിക്കാന്നല്ലാതെ അവ്വലു വഖ്തിൽ അവ്വലു തക്ബീറത്ത് അങ്ങനത്തെ സംഭവമില്ലല്ലോ. ഇതിപ്പോൾ അതിനൊക്കെ മാതൃകയാവേണ്ട സ്ഥാപനങ്ങളായ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ. അതിൽ തന്നെ ളുഹ്ർ ബാങ്ക് 12 മണിക്ക് കൊടുത്താലും 1:30 ളുഹ്ർ നിസ്കരിക്കുള്ളൂ, 3:30 അസ്ർ ബാങ്ക് കൊടുത്താലും 4:30 അസ്ർ നിസ്കരിക്കുള്ളൂ. അങ്ങനെ ഓരോരോ നിസ്കാരത്തിലേക്കും അവ്വലൊക്ത് കഴിഞ്ഞിട്ടല്ലേ സമയം. പീരീഡിനനുസരിച്ച് നിസ്കാരം നിർണ്ണയിക്കുക എന്നല്ലാതെ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവ്വലൊക്തും അവ്വലു തക്ബീറത്തും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിനനുസരിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന പരിപാടി ഒന്നുമില്ലല്ലോ. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് പേരിട്ടുണ്ടാക്കുക. അള്ളാഹുവിൻ്റെ ദീന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെന്ന നിസ്കാരങ്ങൾ അവ്വലൊക്ത് ചെയ്യുക എന്ന് പറഞ്ഞതെനിക്ക് ഒരു മുൻഗണനയില്ലല്ലോ. ഇപ്പം നമ്മളെ സമ്മേളനങ്ങളിലെല്ലാം മഗ്‌രിബ് നിസ്കാരം അൽഹംദുലില്ലാഹ് അവ്വലൊക്തിലെല്ലാവരും നിസ്കരിക്കും. പിന്നെ സമ്മേളനം ഒരിടയ്ക്കാ പിരിച്ചിട്ട് വെച്ചാൽ ഒരിട വരെ ഏശല്ലോ. നാം മഗ്‌രിബ് നിസ്കരിക്കണ അതേമാതിരി എന്താ ഏശയോടെ വെച്ചാൽ നിസ്കരിച്ചാൽ ഒരു നഷ്ടമില്ല. പക്ഷെ നമ്മളടക്കം ആരും പറയുന്ന ആളും കേൾക്കുന്ന ആളും എല്ലാവരും നിസ്കാരത്തിൻ്റെ അവ്വലൊക്തും ഇല്ല, പിന്നെ 2-ാം വക്തും ഇല്ല, 3-ാം വക്തും ഇല്ല, ജമാഅത്തും ഇല്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും നിസ്കരിച്ചെങ്കിലുണ്ട്. എന്നാൽ പരിപാടി കഴിഞ്ഞാൽ ഇശാക്ക് നിസ്കരിക്കാൻ സമയം കാണും, അതും കാണൂല. അത് ഓരോരുത്തരോടെങ്കിലും പോയി നിസ്കരിച്ചോട്ടെ എന്നുള്ളതാണ്. എന്നാൽ സുലൈമാൻ ഇബ്നു മഹ്റാൻ അൽ-അഅ്മശ് റളിയല്ലാഹു അൻഹു ജമാഅത്തിൻ്റെ വിഷയത്തിൽ വലിയ കണിശത ഉള്ളവരായതുകൊണ്ട് തന്നെ
അവരുടെ അടുക്കലേക്ക് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് ധാരായി മറ്റ് ഇബാദത്തിന്റെ വിഷയത്തിലും കണിശത ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ മുത്തഅല്ലിമീങ്ങളോട്, ഹദീസ് പഠിക്കാൻ വരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരോട് കർശന സ്വഭാവമുള്ളവരായിരുന്നു. എത്രത്തോളം ഒരു കർശനന്റെ ഭാഗ, ഒരു നിശ്ചിത ആളുകൾ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ വരാതിരിക്കാൻ വേണ്ടി അവരുടെ സമയമില്ലാ സമയത്ത് വരുന്നവരെ ആട്ടി ഓടിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ ഒരു നായനെ വളർത്തിയിരുന്നു. അങ്ങനെ സമയത്തല്ലാതെ ആളുകൾ പഠിക്കാൻ വേണ്ടി, ഹദീസ് വായിക്കാൻ വേണ്ടി വരുമ്പോൾ ആ നായനെ തുറന്നു വിടുകയും അത് എല്ലാവരെയും ആട്ടി ഓടിക്കുകയും ചെയ്യും. എന്നാലും നായനെ പിടിച്ച് കെട്ടിയാലോ പിന്നെ ആളുകൾ വലിഞ്ഞുകൂടും. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അട്ടപ്പാവ് ഉണ്ടാകുന്ന സമയത്ത് പാവ് കെട്ടി നിൽക്കുമ്പോൾ അതിലേക്ക് കല്ലിട്ടാൽ ആ കല്ല് ഇടുമ്പം പാവെല്ലാം മാറി നിൽക്കും. കല്ലടിക്ക് പോയാൽ പാവ് അടുത്ത് വരും. എന്ന മാതിരി നായിനെ വിട്ടാൽ എല്ലാവരും പായും. നായിനെ കെട്ടിയാൽ എല്ലാവരും ഓടി വരും. ഒരു ദിവസം മഹാനവറുകളെ അടുക്കലേക്ക് മുഹദ്ദിസീങ്ങൾ ഹദീസ് പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നായൊന്നുമില്ല. നേരിട്ട് കയറി ചെന്നു, ഹദീസ് കേട്ടു. തിരിച്ചു പോരുമ്പോൾ ചെന്നപ്പോൾ അവരെല്ലാവരും മഹാനവറുകൾ കരയാണ്. സുലൈമാൻ കരയാണ്. അവിടെ ഞങ്ങൾ കരയണത് ചോദിച്ചു. ഞാൻ പറയാ, ഞാൻ ഇവിടെ അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകർ നടത്തിയിരുന്ന ആള് ചത്തുപോയി, അതുകൊണ്ട് കരയാണ്. അങ്ങനെയുള്ള മഹാനാണ്. പല ചരിത്രങ്ങളും മൂപ്പരടുക്കലുണ്ട്. വക്കീബിനുൽ ജറാഹ് മൂപ്പര കാര്യമായ ശിഷ്യനാണ്. അവര് പറയാണ്, ഞാൻ ഹദീസ് പഠിക്കാൻ വേണ്ടി ചെന്നു. എൻ്റെ വാപ്പ ഹദീസ് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു അയ്മഷിൻ്റെ അടുക്കലേക്ക്. എന്നോട് ചോദിച്ചു, എന്താ പേര് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വക്കീഅ് എന്നാണ്. അല്ല, വക്കീഅ് എന്നുള്ള പേരോ? അതൊരു കാര്യമായ മഹാനാണ്ട ആളാണല്ലോ, വലിയ പേരും പ്രസക്തി ഉണ്ടാവുമല്ലോ. അപ്പം നീ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു. അപ്പോൾ ഇന്ന നാട്ടിൽ നിന്നാണ്. ആ നാട്ടിൽ ജറാഹ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടല്ലോ, കാര്യമായ ആളാണല്ലോ. അതിൻ്റെ പിതാവാണ്. അവരാണ് ബൈത്തുൽ മാലിൻ്റെ സംരക്ഷകൻ. ബൈത്തുൽ മാലിൻ്റെ പണം വിതരണം ചെയ്യുന്ന ആൾ മൂപ്പരാണ്. എനിക്ക് ബൈത്തുൽ മാലിൽ നിന്ന് പണം നിശ്ചയിച്ചിട്ടുണ്ട്. അന്ന് അത് പോയി വാങ്ങിക്കൊണ്ട് വാപ്പാട് പോയിക്കാണ്ട് ഞാൻ 5 ഹദീസ് പറഞ്ഞു തരാമെന്നാണ്. അങ്ങനെ വക്കീ എന്നവർ പിതാവിൻ്റെ അടുത്ത് പോയി വിവരങ്ങൾ പറഞ്ഞു. പിതാവ് പറഞ്ഞു, എന്നാൽ പകുതി തരാം, ഇപ്പോൾ ബാക്കിയുള്ളത് പിന്നീട് ഒരിക്കൽ കൊണ്ടുപോവാം. മാസം ഒരിക്കലേ കൊടുക്കുള്ളൂ. മാസം 2 ടങ്കും പലയിടത്ത് പോകാമല്ലോ. അപ്പോൾ ഇപ്പം തന്നെ 5 ഹദീസ് കിട്ടിയാൽ ഇനി അടുത്ത ബാക്കി കൊണ്ടുപോകുമ്പോൾ 5 ഹദീസ് കിട്ടുമല്ലോ. അങ്ങനെ പണവുമായി വക്കീ എന്നവർ പകുതി പണവുമായി വന്നു. സുലൈമാൻ മുഹമ്മദ് പൈസ എണ്ണി നോക്കി. പണം എണ്ണി നോക്കുമ്പോൾ അത് പകുതിയുള്ളൂ. അപ്പോൾ 2 ഹദീസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മറ്റോളെ നിങ്ങൾ 5 ഹദീസ് പറഞ്ഞിരുന്നല്ല പറഞ്ഞത്, അതിൻ്റെ പൈസ മുഴുവൻ കൊണ്ടുവന്നാൽ 5 പകുതിയല്ല കൊണ്ടുവന്നത്. അതിന് 2 ഹദീസ് മതി. എനിക്ക് 1 ഹദീസ് മുറിച്ചാൻ പറ്റൂലല്ലോ, 2 തരാൻ. അങ്ങനെ പോയിക്കാണ്ട് ബാക്കി പൈസ കൊണ്ടുവന്ന് കൊടുത്ത് രസര ബാക്കി ഹദീസ് പറഞ്ഞു കൊടുത്തത്. മഹാനവറുകളെ മകനുണ്ടായിരുന്ന ഒരു കുറച്ച് ബുദ്ധി കുറഞ്ഞ പോയത്തക്കാരനാണ്. മകനോട് ചോദിച്ചു, കുറേ തമാശകളുള്ള ആളാണ്, ഗൗരവത്തിൻ്റെ മാതിരി തന്നെ തമാശയുണ്ട്. മകൻ ചോദിച്ചു, മകനോട് പറഞ്ഞു, നീ പോയിട്ട് നമ്മളെ കിണറിൽ നിന്ന് വെള്ളം കോരാൻ ഒരു കയറുവായി കൊണ്ടുപോവാ. അപ്പം മോൻ ചോദിച്ചു, എത്ര നീളം വേണ്ട? അവൻ പറഞ്ഞു 10 മുഴം. അപ്പോൾ ഈ കയറിൻ്റെ വീതി എത്രയാണ്? ആ മകന്മാർ പറഞ്ഞ മറുപടി എന്താ? നിന്നെ കൊണ്ട് എനിക്കുള്ള മുസീബത്തിൻ്റെ വീതി എത്രയാണോ അത്ര വീതിയുള്ള കയറ് വാങ്ങിക്കൊണ്ടുവരുത്. അതിന് തമാശകളും ധാരാളം അവരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായ ഇബാദത്തിൻ്റെ വിഷയത്തിൽ വലിയ വാശി. ഒരു ദിവസം മുമ്പ് തമാശൻ്റെ വിഷയത്തിൽപ്പെട്ട ഒരാൾ വലിയ താടി വെച്ച് വലിയ ഹൈബത്തുള്ള ഒരാൾ, താടി കൊണ്ടുള്ള ഹൈബത്താണ്. അയാൾ അയ്മഷ് ഇമാമിന്റെ അടുക്കലേക്ക് വന്നു.
എന്ന് ചോദിച്ചു. നിസ്കാരത്തെ പറ്റിയുള്ള ചെറിയൊരു മസല, ഏത് 1ാം ക്ലാസ്സിലെ കുട്ടിയെ കിട്ടുന്ന മസല ചോദിക്കുന്നത്. അപ്പോൾ ചുറ്റുഭാഗത്തും ശിഷ്യന്മാരുണ്ട്. അവരിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഉൻളുറൂ ഇലാ ലിഹ്യതിഹി, ഉൻളുറൂ ഇലൈഹി ലിഹ്യതുഹു തഹ്തമിലു 4,000 ഹദീസ്. നോക്കി നിങ്ങൾ ഓനിലേക്ക്. ഓൻ്റെ താടി 4000 ഹദീസ് മനപ്പാടമാക്കാൻ കൊണ്ടെടുക്കാൻ മാത്രം, ഭാഗത്തൊക്കെ കെട്ടിയിട്ട് എഴുതിയിട്ട് ഭാഗത്തൊക്കെ മാത്രമുള്ള വലിപ്പം താടിക്കുണ്ട്. പക്ഷേ ഓൻ്റെ മസല കുട്ടികൾ 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ചോദിക്കുന്നതിനേക്കാൾ നിസ്സാരമായ ചോദ്യം ഓൻ ചോദിക്കുന്നത്. ഒരു അറിവ് ഓനില്ല. താടിയാണെങ്കിൽ പെരുന്താടിയാണ്. മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, താടി കണക്കിലേറിയ താടി അത് ബുദ്ധി കുറവിൻ്റെ, ബുദ്ധി ശൂന്യതയുടെ, ഹമാക്കത്തിൻ്റെ അടയാളമാണ്. ഇന്നത്തെ പുത്തനാശയക്കാരെ താടി എന്ന് പറഞ്ഞാൽ പെരുന്താടി. അറിവാണെങ്കിലോ മദ്രസയിൽ 5 വരെ പോയിട്ടുണ്ടാവില്ല. എടാ ആ താടിയും വെച്ച് ആൾക്കാരോട് അങ്ങനെ പറയാൻ നടക്കും, ഓരോ വയലു പറയാൻ നടക്കും. താടി കണ്ടാൽ മനസ്സിലാക്കണം, പെരുന്താടി കണ്ടാൽ മനസ്സിലാക്കണം സഫീഹാണ്. അവരവരുടെ അവസ്ഥ അനുസരിച്ച് താടിയാണ് വേണ്ടത്. മഹാനവറുകൾ എത്ര വലിയവരോടാണെങ്കിലും കാര്യം തുറന്നു പറയുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവരായിരുന്നു. ആരെയും വില വെക്കൂല, പ്രത്യേകിച്ചും പണക്കാർ, മുതലാളിമാർ. അവരെ ഒരു നിലക്കും പരിഗണിക്കാത്തവരായിരുന്നു. ഈസ ഇബ്നു യൂനുസ് എന്ന അഅ്മശിന്റെ റളിയല്ലാഹു അൻഹു ശിഷ്യൻ പറയാണ്, ഈസ ഇബ്നു മൂസ എന്ന് പറയുന്ന ഭരണാധികാരി 1000 ദിർഹമും ഒരു ഏടും കൊടുത്തയച്ചു. എന്തിനാ? ആ ഏടില് ആ ഹദീസ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്, സനദടക്കം ഹദീസ് എഴുതി കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് 1000 ദിർഹം കൊടുത്തയച്ചു. പേപ്പറും കൊടുത്തയച്ചു, ഏടും ബുക്കും കൊടുത്തയച്ചു. അഅ്മശ് റളിയല്ലാഹു അൻഹു 1000 റുപ്യ വാങ്ങി. എന്നിട്ട് അതിൽ എഴുതി കൊടുക്കാൻ, ഏടിൽ എഴുതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് പൂർണ്ണമായി എഴുതി ഏട് ചുറ്റി ഇതാണ് കൊണ്ടു കൊടുത്ത ആളാന്നാണ് കൊണ്ടുവന്ന ആളോട്. അങ്ങനെ ഭരണാധികാരി ഈസ ഇബ്നു മൂസ എന്ന അമീർ ഏട് നോക്കുമ്പോൾ അതിലുള്ളത് കൊല്ലുവല്ലേ. അയാൾ തിരിച്ച് ആളെ വിടുകയാണ്. എന്താടാ നീ വിചാരിച്ചോ എനിക്ക് പരിശോധന അല്ലാഹുവിൻ്റെ ഖുർആൻ ഒന്നും അറിയില്ലാന്ന്, ഒരു ഇഖ്ലാസ് സൂറത്ത് പോലും അറിയില്ലാന്ന് മനസ്സിലാക്കിയോ? എന്താ അത് എഴുതി കൊടുത്തയച്ചത്? അതിന് മറുപടി എഴുതി കൊടുക്കുകയാണ്. അഫളനന്ത അന്നി അബീഉൽ ഹദീസ, നീ വിചാരിച്ചോ ഞാൻ 1000 റുപ്യക്ക് ഹദീസ് ബുക്കുന്ന്? അത്രയും വലിയ പൊട്ടനാന്ന് നീ വിചാരിച്ചോ? ഹില്യത്തുൽ ഔലിയായിലുള്ള കഥയാണത്. ഹില്യത്തുൽ ഔലിയ അബൂ നുഐമിൻ്റെ. അതുകൂടെ ആ വിഷയം അവിടെ അവസാനിക്കുകയാണ്. അന്നത്തെ രാജാക്കന്മാർ പിന്നെ ഇതിനൊന്നും നോക്കൂല, അത് കളിച്ചാൻ പറ്റാണല്ലോ എന്ന് മനസ്സിലായി. ഒറ്റ ഹദീസ് എഴുതി കൊടുത്തില്ല, പൈസ തിരിച്ചു കൊടുത്തോവില്ല. പൈസ മുമ്പ് ഉല്ലുവല്ല എഴുതി കൊടുത്തില്ല, അത് മതി. 1000 റുപ്യക്ക് ഉല്ലുവല്ല എഴുതി കൊടുത്താൽ മതി. മഹാനവറുകൾ ധരിക്കല് ഒരു തോലിൻ്റെ രോമത്തിൻ്റെ വസ്ത്ര, പക്ഷെ രോമത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ആ മിനുസുള്ള ഭാഗം പുറത്തേക്ക് ആളുകൾ കാണുന്ന ഭാഗമാണ് അവർ ധരിക്കുക. മറച്ചിടുക എന്നർത്ഥ കുപ്പായം. അതുപോലെ അടിഭാഗമെല്ലാം നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ആയ ഒരു കമ്മീസ് ഇടും, ഒരു കോട്ട്. അങ്ങനെ അവർ പറഞ്ഞ വർത്താനാ, 2 വർത്താനം പറയും. ഒന്ന്, ആളുകൾക്കൊന്നും നല്ല ബുദ്ധിമാന്മാരല്ല,
മറ്റുള്ളവർ കാണാൻ വേണ്ടി മിനുസമുള്ള നല്ല ഭാഗം പുറത്തേക്കിടും. അവൻ്റെ ശരീരത്തിൽ രോമം കുത്തുന്ന നിലക്കുള്ള ആ ഉള്ളുഭാഗം ധരിക്കും. സംഗതി ആളുകൾക്ക് എന്ത് കാണാൻ, ആദ്യം സ്വയം സുഖമല്ലേ നോക്കണ്ട് എന്ന് പറഞ്ഞാണ് മറിച്ചിടുക. അവരൊരു ദിവസം പറയാണ് ശിഷ്യന്മാരോട്, അറഅയ്തും ലൗലാ അന്നീ തഅല്ലംതുൽ ഇൽമാ മൻ കാന യതീനി ലൗ കുൻതു ബഖാലാ കാന യുകദ്ദിറുനി الناس അൻ യശ്തറൂ മിന്നീ. ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് ആരാ വരിക? എൻ്റെ ഈ ചേരും കോലും കാണുമ്പോൾ അയാളടുത്ത് പോയാൽ മണുക്കും ദുർഗന്ധം ഉണ്ടാകുന്നുണ്ട്, എൻ്റെ അടുത്ത് കാരണം വരുമോ? ഇപ്പം ആളുകൾ മുഴുവനും വരുന്നത് ഞാൻ ഇൽമു പഠിച്ചത് കൊണ്ടല്ലേ. ഇൽമു പഠിച്ചവരെ അള്ളാഹു ഉയർത്തും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉയർത്തിയവരിൽ പെട്ടവനാണ് ഞാൻ. അങ്ങനെ തന്നെ പറയും. ആ ദർജാത്ത് ഉയർത്തിയ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഞാൻ. ഒരു ദിവസം മഹാനവറുകൾ ഒരു പള്ളിയിൽ കയറിയപ്പോൾ ചില ഇമാമിങ്ങൾക്ക് ഉണ്ടാകുന്ന കോമാളിച്ചരാണത്. വലിയ സൂറത്ത് ഓതി. 1 റക്അത്ത് അൽ ബഖറ, 2 റക്അത്തിൽ ആലു ഇമ്രാൻ ഓതി. അങ്ങനെ വലിയൊരു നിസ്കാരമാണ് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ അഅ്മശ് റളിയല്ലാഹു അൻഹു ഇമാമിന്റെ അടുക്കലേക്ക് ചെന്ന് ഇമാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ റസൂലുള്ളാഹിന്റെ ഹദീസ് കേട്ടിട്ടില്ലേ? മൻ അമ്മന്നാസ ഫൽയുഖഫിഫ് ഫഇന്ന ഖൽഫഹു അൽ കബീറ വല്ലഈഫ വദൽ ഹാജ. ആരെങ്കിലും ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നാൽ അവൻ തഖ്ഫീഫാക്കണം, ദീർഘിപ്പിക്കാൻ പാടില്ല. കാരണം അവൻ്റെ പിന്നിൽ പ്രായമുള്ളവരുണ്ടാകും, രോഗികളും ബലഹീനരും ഉണ്ടാകും, പെട്ടെന്ന് പോവേണ്ട ആവശ്യക്കാരുണ്ടാകും. ഇതെല്ലാം അനുഭവങ്ങളാണല്ലോ റസൂലുള്ളാഹിന്റെ ഹദീസ്. എത്രയോ ആളുകൾ വലിയൊരു കാര്യപ്പെട്ട ഒരാൾ ഓൻ്റെ ബാക്കിൽ തുടരാൻ വന്നിട്ടുണ്ട്. അന്നായിരിക്കും ഓൻ്റെ എല്ലാം കൈ കൊടുക്കൽ, അഹങ്കാരം, കിബർ. വേദസ്കരിച്ച് വിടേണ്ട തിരക്കുള്ള ആളുകളല്ലേ, പ്രത്യേകിച്ചും യാത്രക്കാർ വരുന്ന സ്ഥലത്ത്. ടിക്കറ്റിന് വിമാനത്തിൽ പോകേണ്ടവരുണ്ടാകും, ബസ്സിന് പോകേണ്ടവരുണ്ടാകും, മറ്റു വാഹനങ്ങളെ കൊണ്ട് പരിപാടിക്ക് പോകേണ്ടവരൊക്കെ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടവരുണ്ടാകും, തിരക്കുള്ളവരുണ്ടാകും, അപ്പോൾ അതിനെ കഴിവുള്ളവരുണ്ടാകും, പ്രായമുള്ളവരുണ്ടാകും, രോഗികളുണ്ടാകും. തക്ഫീഫാക്കണമല്ലോ. പക്ഷെ ചില വൈന്ന ഇമാമിയങ്ങൾ അവരുടെ കഴിവ് മുഴുവനും പ്രകടിപ്പിക്കുന്ന 4 ആളെ പുതിയത് കാണുമ്പോഴാണ്. മഹാനുകൾ ചോദിച്ചു, നിനക്ക് ഈ ഹദീസ് അറിയില്ലേ? അപ്പൊ ഇമാമ് പറഞ്ഞ മറുപടി, അഅ്മശ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഇമാമ് ഖാലല്ലാഹു തആല വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖാശിഈങ്ങളുടെ പേരിലല്ലാതെ മറ്റുള്ളവരുടെ പേരിൽ ആ നിസ്കാരം വലിയ പ്രയാസമുള്ളതാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ നിസ്കാരം പറ്റാത്തവർക്ക് നിസ്കാരത്തിൽ അതിനെ പറ്റിയ കബീറത്തായി തോന്നിയത്, വലിയ പ്രയാസമായി തോന്നിയതുകൊണ്ടാണ് എന്നൊക്കെയുള്ള ആയത്ത് ഓതി കൊടുത്തു. അഅ്മശ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅന റസൂലുൽ ഖാശിഈന ഇലൈക അന്നക സഖീൽ. മറുപടി പറയാ, ഞാൻ ഖാശിഈങ്ങളുടെ പ്രതിനിധിയാണ്, നിന്നിലേക്കുള്ള പ്രതിനിധി. എന്താ? നീ ജനങ്ങളുടെ മേലിൽ സഖീലാണ്, പ്രയാസമുണ്ടാക്കുന്നവനാണ്, എന്നെനിക്ക് ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞു. മഹാനായ അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു പറയാണ്, അഅ്മശിനെ പറ്റി പറഞ്ഞാൽ തീരൂല. അതിന് മാത്രമാണ് അവരുടെ ചരിത്രങ്ങളുള്ളത്. കാരണം ഒന്ന് സ്വഭാവത്തിൻ്റെ ആ ഒരു ഗൗരവം പലതായിട്ട് ധരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ഇബാദത്തിനുള്ള കണിശത, മറ്റൊന്ന് ഹദീസ് പറയുന്നതിലുള്ള ഒരു പ്രത്യേക കഴിവ്. അഅ്മശിൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമാണ്. അഅ്മശിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഓർമ്മ വരുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരും ഇഷ്ടപ്പെടാത്ത സമയത്ത്
ഇബാദത്തിൻ്റെ സമയത്ത് അദ്കാറിൻ്റെ സമയത്ത് ഒരാളും കയറി ചെല്ലുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ആളുകളോട് 1-2 മുறை പൊയ്ക്കോന്ന് പറയും, കൂടുതൽ അടുപ്പിക്കുകയില്ല. അത് ആ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അതിന് കഴിയൂല. ഇന്നിപ്പോൾ മഗ്‌രിബായാൽ തന്നെ എത്ര വലിയ ചില പണ്ഡിതന്മാർക്ക്, വലിയവരെന്ന് പറഞ്ഞുകൂടാ, ചില പണ്ഡിതന്മാർ TV ചർച്ചയ്ക്ക് വേണ്ടി, അന്തി ചർച്ചയ്ക്ക് വേണ്ടി പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചർച്ചയ്ക്ക് പോലുണ്ടാകും. ആരെങ്കിലും കിട്ടിയാൽ വിടൂല. അതെന്തുകൊണ്ടാണ്? ഓൽക്ക് ദിക്റും ഇബാദത്തും അങ്ങനെ അവരുടെ സമയത്ത് നിർണയിച്ച് വെക്കാത്തത് കൊണ്ടിട്ടാണ്. ശംസുലമ്മ ഒരാളെയും അടുപ്പിക്കൂലായിരുന്നു. എന്താ കാരണം? അവർക്ക് ടൈമില്ല. നിശ്ചയിക്കപ്പെട്ട ഔറാദുകളും ദിക്റുകളും വളീഫകളും ഉള്ളവരാണ്. അതിൻ്റെ ഇടയിൽ അവർക്ക് നിശ്ചിത ക്ലാസ്സുകൾ, അതും ടൈമിനാണ്. പകല് മുഴുവൻ പരിപാടിക്ക് പോണ സ്വഭാവമില്ല. കാരണം പരിപാടിക്ക് കിടന്നാൽ അതിന് വൈകുണ്ടാവുള്ളൂ. ദിക്റെല്ലാവരും നിസ്കരിച്ചാലും ജമാഅത്ത് പങ്കെടുക്കാൻ ടൈം ഉണ്ടാവില്ല. പ്രധാനപ്പെട്ടത് അവനാൻ്റെ ഇബാദത്താണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു പറയാണ്, ഹഫിളൽ ഇൽമ അലാ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിത്താ. ഉമ്മത്ത് മുഹമ്മദിന്റെ മേലിൽ ഇൽമിനെ ഹിഫ്ള് ചെയ്തവർ 6 പേരാണ്. ഓരോ കാലത്തുള്ള ആളെ പറ്റിയാണ് പറഞ്ഞത്. മക്കയിൽ അംർ ഇബ്നു ദീനാർ, മദീനയിൽ മുഹമ്മദ് ബിൻ മുസ്ലിം, ഇബ്നു ശിഹാബ് സുഹരി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കൂഫയിൽ അബൂ ഇസ്ഹാഖ് സബീഇയ്യു, അബൂ ഇസ്ഹാഖ് സബീഇയ്യു നേരത്തെ പറഞ്ഞ ഒന്തറിൻ്റെ അല്ല സുലൈമാൻ ബിൻ അഅ്മശിന്റെ ശിഷ്യനാണ് അബൂ ഇസ്ഹാഖ് സബീഇ. സുലൈമാൻ ബിൻ മഹ്റാൻ അൽ അഅ്മശ് ലിഅഹ്ലിൽ ബസറ, ബസറക്കാർക്ക് അല്ല കൂഫക്കാർക്ക് ദീനിനെ സൂക്ഷിച്ചതായ ആള് അബൂ ഇസ്ഹാഖ് സബീഇയും സുലൈമാൻ മഹ്റാനുമാണ്. അഹ്ലുൽ ബസറക്ക് ഇൽമിനെ സൂക്ഷിച്ച ആള് യഹ്യ ബിൻ അബീ കസീറും ഖതാദയും. ഈ പറഞ്ഞ ആളുകളാണ് പരിശുദ്ധ ദീനിനെ കാത്തവർ, ഈ 6 ആളുകൾ എന്ന് അലി ഇബ്നു മദീനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. മഹാനവരുടെ വഫാത്ത് ഒരു സംഭവമാണ്. അവിടെ രോഗമായി കിടക്കുന്ന സമയത്ത് പലരും സന്ദർശിക്കാൻ വരും. വലിയ വലിയ മഹത്തുക്കൾ വന്നു. ഒരു വലിയൊരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ സന്ദർശിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ, ഞാനൊരു ദിവസം 2 വട്ടം വരാം. മഹാനവർ പറഞ്ഞെന്താ, നീ നിന്റെ വീട്ടിൽ നിന്നാൽ തന്നെ എനിക്കത് പ്രയാസമാണ്, എൻ്റെ അടുത്ത് വന്നാൽ പറയാനുണ്ടോ, നീ വരണ്ട. ഒരു ദിവസം കുറേ ആളുകൾ രോഗം സന്ദർശിക്കാൻ വന്നു. രോഗം സന്ദർശിക്കാൻ വന്നപ്പോൾ അവർ വർത്താനം പറഞ്ഞ് സമയം അങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക. അവരെടുത്ത് നിന്നിട്ട് അവർ കുറേ വർത്താനം പറയുക. ആ വർത്താനം പറയുമ്പോൾ മഹാനായ സുലൈമാൻ അഅ്മശ് റളിയല്ലാഹു അൻഹു കിടക്കുന്നോട്ടിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ശരീരത്തിലെ തട്ടം കൊണ്ട് പുതച്ചു, തസ്ബീഹ് മാല കൈക്ക് പിടിച്ചു. അവിടുന്ന് എഴുന്നേറ്റ് നടന്നു പോകുമ്പോൾ പറയാ, നിങ്ങളെ സന്ദർശിക്കുന്ന നിങ്ങളെ രോഗിക്ക് സുഖമായി കിണിഞ്ഞ് പോയിക്കോളി, നിങ്ങൾ പോയിക്കോളി. അങ്ങനെ അവരുടെ ഇബാദത്തിന് തടസ്സം നിൽക്കുന്ന ഒരാളെ അടുപ്പിക്കൂല. ബഹുമാനപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യനായ അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയമായപ്പോൾ, രോഗത്തിലായപ്പോൾ അടുക്കലേക്ക് കയറി ചെന്നു. അവരോട് പറഞ്ഞു, ഞാനൊരു ഡോക്ടറെയും കൊണ്ട് വരട്ടെ. സുലൈമാൻ അൽ അഅ്മശ് ചോദിക്കുകയാണ്, മാ അസ്നൗബി, എന്താ ഞാൻ ഡോക്ടറെ കൊണ്ടിട്ട് ഓനെ ഞാൻ എന്താ ചെയ്യണ്ടേ, ഓനെ കൊണ്ട് എന്താ ഞാൻ കാട്ടുക? മഹാനവർ പറയാണ്, എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുക്കലാണെങ്കിൽ ഞാനത് കൊണ്ടുപോയി എൻ്റെ ശരീരം മരിച്ചതിന് ശേഷം ഞാൻ കക്കൂസിൽ കൊണ്ടുപോയിടും. കക്കൂസിൻ്റെ ടാങ്കിലാണ് ഞാൻ ഇടുക. അങ്ങനെ എൻ്റെ ശരീരം അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അകന്നതാണ്. സ്വന്തം ബന്ധം അതൊക്കെയാണ്. ഇദാ അനമിത്തു ഫലാ തുഅദ്ദിനന്ന ബി അഹദാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണത്തെ ഒരാളെയും നീ അറിയിക്കണ്ട.
വദ്ഹബ് ബിഹി ഫത്രഹ്നി ഫീ ലഹ്ദി, നീ എൻ്റെ ജനാസയും കൊണ്ടുപോയി എൻ്റെ ഖബറിൽ അതിനെ നീ കൊണ്ടുപോയി വെച്ചാളാ, ആരും അറിയിക്കണ്ട. അത് മഹാന്മാരാ ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് കുബ്ര റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിയുടെ മകൾ, റസൂലുള്ളാഹിയുടെ കരളിൻ്റെ കഷ്ണം ഫാത്തിമ ബിബി എന്താ, ഞാൻ മരിച്ച ഉടനെ തന്നെ ഖബറടക്കണം, കൂടുതൽ ആരും അറിയിക്കണ്ട. ആളുകൾ കൂടി അതൊരു സംഭവമാക്കുക. അത് ചില ആൾക്കാർ പറയുന്നേ അതാ, നേതാക്കളാവാൻ വേണ്ടി ആഗ്രഹിക്കണെന്തിനാ, കച്ചറ കൂടുന്നതിനാ, നേതാവാനും കാദിയാവാനും പ്രസിഡന്റാനും സെക്രട്ടറി ആവാനും തിക്കും തിരക്കുമാണ്. അർഹതരെ തന്നെ തഴയും, ഓരോരുത്തർക്കും വേണത്. അതിനു വേണ്ടിയുള്ള കാണേണ്ടവരെ മുഴുവൻ കാണും തിരഞ്ഞെടുപ്പിന് മുമ്പ്. എന്തിനാ ചോദിച്ചാൽ എന്താ, മരിച്ചാൽ ആൾക്കാർ ദ്വാരക്കാരാണ്, മരിച്ച ആൾക്കാർ നല്ലത് പറയാനാണ്, നല്ലവരെ പറ്റിയ നല്ലത് പറയും, അത് പറഞ്ഞോളും. അതിന് നീ അസൂയ കൂട്ടി അതിന് വേണ്ടി നീ അമൽ ചെയ്യണ്ട. നീ അമൽ ചെയ്തോ അള്ളാഹ്ക്ക് വേണ്ടി. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുമ്പോൾ പറയേണ്ടവർ പറഞ്ഞോളും. സുലൈമാനുൽ അഅ്മശ് റളിയല്ലാഹു അൻഹു മാതൃകയാണ്, ഫാത്തിമ ബീവി മാതൃകയാണ്. അവരെന്താ പറഞ്ഞത്, മരിച്ച ഒരാളെയും അറിയിക്കണ്ട. കാരണം അവർ കുറേ ഗുണങ്ങൾ പറയും, ഞാൻ അതിനൊന്നും യോഗ്യനാവൂല. അതുകൊണ്ട് എൻ്റെ അമൽ എനിക്ക് തരേണ്ടവൻ തന്നോട്ടെ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, എൻ്റെ പോരായ്മ നേർത്താൻ പറ്റുന്നോ നേർത്തിക്കോട്ടെ. അങ്ങനെയുള്ള മഹാനാണ്. അവരുടെ മഹത്വം കൊണ്ട് അല്ലാഹു തആല നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. മഹാനവർകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ മുദല്ലിസായിരുന്നു. അതായത് റാവികൾക്ക് പല പേരുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവരുടെ പേരുകളിൽ നിന്ന് മഷൂറായ പേരല്ലാത്തത് കൊണ്ട് പറയും. അതൊന്ന് അവരുടെ അറിവിൻ്റെ വിശാലതയാണ്. രണ്ടാമത് ഈ പറയുന്ന ആൾ ആരാണ് എന്ന് ശിഷ്യന്മാർ പഠിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതിലൊന്നും ദുഷ്ട സ്വഭാവം അതിനില്ല. ഏതെങ്കിലും ചെലവാവാത്ത നാണയങ്ങളെ ചെലവാക്കാൻ വേണ്ടി പറയുന്നതല്ല. അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ അറിയപ്പെട്ട പേരതായിരിക്കും, പുറം ലോകത്ത് മറ്റൊരു പേരിലാണെങ്കിലും. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അഅ്മശിന്റെ ഹദീസ് ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അഅ്മശിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അന്ന ഉപയോഗിച്ചാൽ മുഅന്നനായി പറയുന്ന ഹദീസിൽ പോലും ആ ഷെയ്ഖിനെ ഇമാം അഅ്മശ് കേൾക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്തവരാണ്. അതിൻ്റെ ഇടയിൽ മുദല്ലിസീങ്ങൾ അന്നുപയോഗിച്ചാൽ ആ അന്നുപയോഗിച്ച ഷെയ്ഖിൻ്റെയും ഈ ഉപയോഗിക്കുന്നവരെയും ഇവിടെ ഷെയ്ഖിൻ്റെയും ഇവിടെ ഉസ്താദിൻ്റെയും ശിഷ്യൻ്റെയും ഇടയിൽ സമാഉണ്ട് എന്ന് വ്യക്തമായെങ്കിലേ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അഅ്മശ് റളിയല്ലാഹു അൻഹു വ്യക്തമായ തൊട്ട് മാത്രമേ അത് റിപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.